ഒരു മാനസി കട്ട് നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ രണ്ടായിട്ട് മടക്കി ലെങ്ത് വൈസ്, പിന്നെ വിഡ്ത്ത് വൈസ് രണ്ടായിട്ട് മടക്കി. അപ്പോൾ 4 ഫോൾഡ്. ഇവിടെ ഫോൾഡ് സൈഡും അപ്പുറത്ത് ഓപ്പൺ സൈഡുമാണ്. ഇത് ഓപ്പൺ സൈഡ്, ഇവിടെ ഫോൾഡ്. ആദ്യം നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഷോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവെടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. അപ്പം അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടണം. ഞാനിത് XL XXL സൈസ് നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ. അപ്പം 15 ആണെങ്കിൽ 7.5 അടയാളപ്പെടുത്തണം. അവിടുന്ന് 1/2 ഇഞ്ച് ഡൗൺ ചെയ്യണം. പിന്നെ നെക്ക് വിഡ്ത്ത് 2.25 ഞാൻ എടുക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. അവിടുന്ന് നമ്മുടെ ആം ഹോൾ ഡെപ്റ്റ് ഞാൻ 8.5 എടുക്കുന്നത്. 8.5 എടുത്ത് അത് ജോയിൻ ചെയ്യുക. പിന്നെ ചെസ്റ്റ് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ 4 എടുക്കണം. അപ്പം ഇവിടെ ഞാൻ 11 എടുക്കുന്നത്. 11, പിന്നെ ഒരു 1/2 ഇഞ്ച് സ്ലീവ് 11.5, പിന്നെ 1.5 സ്ലീവ് അലവൻസ്. അത് തമ്മിൽ യോജിപ്പിക്കുക. നമ്മൾ ഇതിങ്ങോട്ട് കൈയുടെ ലെങ്ത് എടുക്കുക. ഇതിവിടെ ഒരു 8 ഇഞ്ച് എടുക്കണം. 8 ഇഞ്ച് അതിൻ്റെ 4.25 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. അവിടുന്ന് താഴേക്ക് ഇവിടെ നമ്മൾ 8.5 എടുത്തത്. അപ്പോൾ 1.5 കൂട്ടിയെടുക്കണം. 8.5 9, 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ടെങ്കിലും ആയി. പിന്നെ കൈയുടെ റൗണ്ട്, എൻ്റെ കൈക്ക് ഇച്ചിരി മണ്ണോളമുണ്ട്. ഒരു 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് സ്ലീവ് ലെങ്താണിത്. വിട്ടാണത്. അതും ഈ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയും കൂടെ തമ്മിൽ യോജിപ്പിക്കുക. പിന്നെ സ്ലീവ് റൗണ്ട്. നമ്മൾ നെക്കിൻ്റെത് നമ്മൾ 2.25 എടുത്തായിരുന്നു. നെക്കിൻ്റെ ഡെപ്ത്ത് ഒരു 6 ഇഞ്ച് എടുക്കാം. തമ്മിൽ യോജിപ്പിക്കുക. വളർന്നു പോയി താഴെ എന്നൊരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലോട്ടെടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ
യോജിപ്പിക്കുക. അവിടുന്ന് നേരെ താഴേക്ക് വരയ്ക്കുക. അവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് അതും ഇതും തമ്മിൽ യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഇത് ഒരു 4 ഇഞ്ച് എടുക്കുക. അതങ്ങനെ തന്നെ അതേപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് മാനസികട്ടല്ലേ ഇത്. ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കും നമ്മൾ. ഇത് ഏകദേശം 3 പീസിൻ്റെ ഒരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ ഇവിടെ ഇത് ഒരു 10.5 കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്, വേസ്റ്റ് ലെങ്ത് ഒരു 10.5 കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ പോയിന്റിലോട്ട് യോജിപ്പിക്കുക. ഇവിടുന്ന് എടുത്ത അതേ അളവ് തന്നെ ഇത് ഇപ്പം 4.25 കിട്ടുന്നുണ്ട്. അത് നമ്മൾ എവിടെയാണോ വരുന്നത് അവിടെ അടയാളപ്പെടുത്തുക. 4.25 ഇവിടെ വരും. അതിങ്ങനെ ചരിച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തി എല്ലാം കഴിഞ്ഞു. ഇത് കട്ട് ചെയ്യാൻ പോവുക. ബാക്ക് കഴുത്ത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെട്ടുന്നത്. ആദ്യം നമ്മൾ താഴെയിട്ടുള്ള ഭാഗം വെട്ടിയെടുക്കുക. ഇനി കൈ വെട്ടിയെടുക്കാൻ പോകും. കൈ രണ്ട് സ്ലീവും കിട്ടി. ഫ്രണ്ടും ബാക്കും. ഓപ്പൺ ചെയ്തെടുക്കണം. ഇതിനകത്ത് ഫ്രണ്ട് എടുക്കാം. എടുക്കാം. ഇതാണ് നമുക്ക് മിച്ചമുള്ള തുണി. കഴിച്ചു വെക്കാം.
ഫ്രണ്ട് വെട്ടി ഇനി നമ്മൾ ബാക്ക് വെട്ടിയെടുക്കണം. ബാക്ക് നമ്മൾ സാധാ 2.25 ഇതിൻ്റെ അതേ അളവ് തന്നെ 2.25 അടയാളപ്പെടുത്തുക. ഒരു 4 ഇഞ്ച് ഇറക്കം. അത് നമ്മൾ റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡർ നമ്മൾ 8 എടുക്കും. അത് തന്നെ അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് 1/2 ഇഞ്ച് ഡൗൺ ചെയ്യുക. ഇത് നമ്മൾ യോജിപ്പിക്കുക. ഇത് ഷേപ്പ് കൊടുക്കുക. ഫ്രണ്ട് പീസിൽ ഇത് 3 പീസ് പോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നടുക്ക് നമുക്ക് വേറെ പീസ് വെച്ച് മറിച്ചടിക്കാം. അല്ലെങ്കിൽ ഈ 2 സൈഡും നമുക്ക് വേറെ വെച്ച് അടിക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങും കൂടെ ഇട്ട് വരുമ്പോൾ ഒത്തിരി ലോങ്ങായി പോകും. സ്റ്റിച്ചിങ് വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും.